നമസ്കാരം. കഴിഞ്ഞ 9 വർഷത്തിനിടെ 25,000 കോടി രൂപയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തമിഴ്നാട്ടിലെ പൊതുജനങ്ങളുടെ പൊതുക്ഷേമത്തിന് വേണ്ടി അനുവദിച്ചത് എന്നും എന്നാൽ അത് DMK സർക്കാർ അട്ടിമറിക്കുകയായിരുന്നു എന്ന ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ BJP അധ്യക്ഷനായ K. അണ്ണാമലൈ. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളൊന്നും തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്നും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന കേന്ദ്ര ഫണ്ട് DMK കൊള്ളയടിക്കുകയാണ് എന്നുകൂടി അണ്ണാമലൈ പറയുന്നു. സംസ്ഥാനത്ത് കർഷകർ വലിയ പട്ടിണിയിലാണ്. സ്ത്രീകളുടെ ഉപജീവന മാർഗം ഇല്ലാതാവുന്നു. യുവാക്കൾക്കാവട്ടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇത്തരം പ്രതിസന്ധികൾക്കൊക്കെ തമിഴകത്ത് ഒരു അറുതി വരണമെന്നുണ്ടെങ്കിൽ അവിടെ BJP അധികാരത്തിലെത്തണം. തമിഴ്നാട്ടിലെ വില്ലുപുരത്ത് സംഘടിപ്പിച്ച എൺമണ്ണ് എൺമക്കൾ യാത്രയുടെ ഭാഗമായി സംസാരിക്കവെയാണ് അണ്ണാമലയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഗുരുതരമായ അഴിമതി ആരോപണം വന്നിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട് പ്രളയക്കെടുതിയിൽ മുങ്ങുന്നതിനിടയിലും അവിടുത്തെ അഴിമതിയെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ BJPക്ക് സാധിക്കുന്നുമുണ്ട്. അതേസമയം തന്നെ തമിഴ്നാട്ടിൽ വ്യാപക നാശനഷ്ടം വിതച്ചുകൊണ്ട് പെയ്യുന്ന മഴ, ആ മഴയിൽ തെക്കൻ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി, കന്യാകുമാരി, തിരുനെൽവേലി, തെങ്കാശി തുടങ്ങിയ പല ജില്ലകളിലും മുങ്ങിയിരിക്കുകയാണ്. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ ഇന്ന് മോദിയെ കാണുന്നുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയുമായി ചർച്ചയ്ക്ക് ഉള്ള ഒരു അനുമതി സ്റ്റാലിൻ മുൻപ് തന്നെ തേടിയിരുന്നു. ഇതിന് മറുപടിയായാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി കൂടിക്കാഴ്ചയാവാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് സ്റ്റാലിനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും INDAA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോഴും സ്റ്റാലിൻ രാജ്യ തലസ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അതേസമയം ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ തമിഴ്നാട്ടിലെ പ്രളയക്കെടുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിനിടയിലാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ 25,000 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് എവിടെ, അത് DMK അട്ടിമറിച്ചു തുടങ്ങിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.